കൊച്ചിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ പഞ്ചായത്ത് ഉദ്യോഗസ്ഥൻ വിജിലൻസിന്റെ പിടിയിൽ. പുത്തൻകുരിശ് വടുവക്കോട് പഞ്ചായത്തിലെ ബിൽഡിംഗ് ഇൻസ്പെക്ടർ ദീപേഷ് കുമാറാണ് പിടിയിലായത്. ഗോഡൌണിന് നമ്പർ ഇട്ടു നൽകുന്നതിന് 15 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. ലാൽകൃഷ്ണ കൊച്ചിൻ ജില്ലാൽ, ഇതൊരു വല്ലാത്ത സംഖ്യയാണ്. ജോലിയെടുത്ത് ശമ്പളം വാങ്ങി ഇത്രയും തുക ഉണ്ടാക്കണമെങ്കിൽ വർഷങ്ങളോളം എടുക്കേണ്ടി വരും. ഇത്തരത്തിൽ ഈ തുകയൊക്കെ കൈക്കൂലി വാങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ ധനികനാകാമല്ലോ. നിരന്തരം പരാതി കേൾക്കുന്ന ആളാണോ ദീപേഷ്? ദീപേഷിനെതിരെ ഇതിനു മുമ്പും പലപ്പോഴും ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയൊരു വസ്തുത എന്ന് പറയുന്നത് ദീപേഷ് ചോദിച്ചത് 20 ലക്ഷം രൂപയാണ്. അത് പലതവണയായിട്ട് നെഗോഷിയേറ്റ് ചെയ്തിട്ടാണ് ഒരു 15 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ തന്നെ ഈ പരാതിക്കാരൻ സാധിച്ചത്. അതിന്റെ അകത്ത് 5 ലക്ഷം കാശായിട്ടും ബാക്കി 10 ലക്ഷം രൂപയുടെ ചെക്കുമാണ് കൈവശം ഉണ്ടായിരുന്നത്. ഇതൊരു ബിൽഡിംഗ്, അതായത് ഒരു ഗോഡൌൺ ആണ്. ആ ഗോഡൌണിന് ഒരു പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ബിൽഡിംഗ് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കൈക്കൂലി ഇത്രയും വലിയൊരു തുക ഈ ദീപേഷ് ചോദിച്ചത്. എന്തായാലും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ദീപേഷിനെതിരായിട്ടുള്ള വിവരം കിട്ടിയതോടുകൂടി തന്നെ പരാതിക്കാരന്റെ ഒപ്പം കൂടുകയും കാക്കനാട് വെച്ച് പണം കൈമാറാമെന്ന് നിർദ്ദേശിക്കുകയുമായിരുന്നു. അങ്ങനെ കാക്കനാട് പണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ദീപേഷ് എത്തിയത്. പണം കൈപ്പറ്റി ഉടനെ തന്നെ മറിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥ സംഘം എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത്. ഒപ്പം തന്നെ ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. എന്താണെങ്കിലും ഇതിനു മുമ്പും സമാനമായ സംഭവങ്ങളിൽ ഇയാൾ പെട്ടിട്ടുണ്ടോ, ഏർപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കാനാണ് നിലവിൽ വിജിലൻസിന്റെ തീരുമാനം. 15 ലക്ഷം രൂപ വേണം എന്ന പിടിവാശിയിൽ നിന്ന് താഴേക്ക് പോകാൻ പോലും ദീപേഷ് തയ്യാറായിരുന്നില്ല. എന്തായാലും വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിൽ ഇത് ഒരു അസ്വാഭാവിക സംഭവമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും വലിയൊരു തുക പക്ഷേ ആദ്യമായിട്ടാണ് കൈക്കൂലി വാങ്ങുന്ന രീതിയിൽ പിടിക്കപ്പെടുന്നത്. കൈക്കൂലി പുതിയതല്ല, തുക പുതിയതാണെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. എന്തായാലും വലിയ കൈക്കൂലിക്കാരനാണെങ്കിലും അഹങ്കാരമൊന്നും ദീപേഷിനില്ല. വലിയ മനസ്സലിവുള്ള ആളാണ്. 20 ലക്ഷം 15 ലക്ഷം രൂപ വരെ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് താഴോട്ട് പോകില്ല എന്ന വാശി മാത്രം. ലാൽകൃഷ്ണയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.